ടവലിട്ട് ഓടുന്നൊരു കഷണ്ടി മനുഷ്യനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇയാൾ എന്താണോ പറയാൻ പോകുന്നത് വിചാരിച്ചിട്ടുണ്ടാവും. അത് മാത്രമല്ല പറഞ്ഞു, ഇങ്ങനെ സീരിയലും സിനിമയൊക്കെ കാണുന്ന ആൾക്കാരാണെന്ന്, രണ്ടിലും ഞാൻ കൂടുതലും വില്ലൻ ക്യാരക്ടറാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഈ ഒരു വൃത്തികെട്ട വില്ലനായി ഈ കഷണ്ടി എന്താണോ പറയാൻ പോകുന്നതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ആദ്യമായിട്ട് ഒരുപാട് സന്തോഷത്തോടെ വരാൻ കഴിഞ്ഞാൽ ലിജി പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നടന്ന മീറ്റിങ്ങിന് വരാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങളുടെ പ്രൊഫഷൻ്റെ ഒരു പ്രശ്നം എന്താ പറഞ്ഞാൽ, ഞങ്ങൾക്ക് സൺഡേ മൺഡേ ഒന്നുമില്ല. വർക്ക് ചെയ്ത എല്ലാ ദിവസവും മൺഡേ, വർക്ക് ചെയ്തില്ലെങ്കിൽ എല്ലാ ദിവസവും സൺഡേ. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് എല്ലാ ദിവസവും മൺഡേ ആവണമെന്നാണ്. പക്ഷേ ലിജി കുറച്ച് പ്രാർത്ഥിച്ചു സൺഡേ ആവണമെന്ന്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ദിവസങ്ങൾ സൺഡേ ആയിട്ട് കിട്ടിയപ്പോൾ അങ്ങനെ ഇവിടെ എത്താൻ പറ്റി. അപ്പോൾ ഏതായാലും ഒന്ന് മാത്രം ഞാൻ പറയാം, ഒരു ഇൻസ്പയറിങ് ടോക്ക് തരാൻ ഞാൻ ആരുമല്ല. ബിക്കോസ് ഞാൻ ചെയ്യുന്നത് എനിക്കിഷ്ടപ്പെട്ടതും ഞാൻ ഏറ്റവും അധികം ആസ്വദിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഷെയർ ചെയ്യാൻ പറ്റും. ഞാൻ ജീവിതത്തിൽ ഒരുപാട് വേഷങ്ങളിലൂടെ, സിനിമകളിൽ മാത്രമല്ല സീരിയലുകളിൽ മാത്രമല്ല, ജീവിതത്തിൽ ഒരുപാട് വേഷം കെട്ടിയ ഒരാളാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ടി വിയിലോ സിനിമയിലോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇങ്ങനെയാണ് അഭിനയിക്കുക അല്ലെങ്കിൽ ഇതാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറയുന്നത്, ഏതൊരു മനുഷ്യനും ജനിച്ചു വീഴുന്നത് മുതൽ മരണം വരെ അഭിനയം തന്നെയാണ്. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ മുട്ടായി കിട്ടണം എന്ന് പറയുമ്പോൾ കരച്ചിൽ വന്നില്ലെങ്കിൽ പോലും നമ്മൾ കരയൂല്ലേ? അതെന്താ, അഭിനയം തന്നെയല്ലേ? ഒരു മുട്ടായി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ സമ്മതിക്കാൻ നമ്മൾ കണ്ണൊക്കെ നിറഞ്ഞ് ഒരു സങ്കടവും കാണില്ല. പക്ഷേ എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിക്കണേ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ചില വീടുകളിൽ പോയിട്ട് തീരെ രസമില്ലാത്ത ഫുഡ് കിട്ടിയിട്ട് വളരെ നന്നായിട്ടുണ്ട്, അപ്പോൾ അവർ വീണ്ടും വിളപ്പെട്ട് ചോദിച്ചു വയ്ക്കോ വേണ്ട ഫുള്ളായി. ഇതും നമ്മൾ അഭിനയിക്കേണ്ടതാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും വേഷം കെട്ടാറുണ്ട്. പക്ഷെ വേഷം കെട്ടുന്നത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ചെയ്യാറുണ്ട്. നമ്മൾ നല്ലതിന് വേണ്ടി വേഷം കിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് നല്ലത് ജീവിതത്തിൽ നമ്മൾ കിട്ടാറുണ്ട്. നമ്മൾ വേഷം എന്ന് ഞാൻ പറയാൻ കാരണം, നിങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്ന വേഷം നിങ്ങൾ ഓരോ ദിവസവും ആൾക്കാരെ കണ്ടിട്ട് അവരുടെ ജീവിതത്തിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ അവതരിപ്പിക്കുന്നത് പല രീതിയിലായിരിക്കും. എന്നെക്കാട്ടും നന്നായിട്ട് നിങ്ങളുടെ സീനിയേഴ്സ് അത് പലതും പറഞ്ഞു തന്നിട്ടുണ്ടോ. പക്ഷെ ഞാനൊരു ഉപഭോക്താവ് എന്ന നിലയ്ക്ക്, ഞാൻ വിൽക്കുന്ന ആളല്ല, വാങ്ങുന്ന ആൾ, നിങ്ങൾ തരുന്ന പ്രോഡക്റ്റ് വാങ്ങുന്ന ആളെന്ന നിലയ്ക്ക് എന്നെ കൺവിൻസ് ചെയ്യുമ്പോൾ പല രീതിയിൽ പലരും കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിഷ്ടാവുന്നത് എന്തായിരിക്കുമോ അതായിരിക്കില്ല ചിലപ്പോൾ എൻ്റെ വൈഫിന് ഇഷ്ടപ്പെടുക, ചിലപ്പോൾ വേറെ. അപ്പോൾ നിങ്ങൾ ഓരോ വേഷമായിരിക്കും കെട്ടേണ്ടി വരിക. അപ്പോൾ എനിക്ക് ആകെ പറയാനുള്ളത്, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് അതിന് ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ട്, അതും ഞാൻ വീണ്ടും ആക്ടിങ്ങിലേക്ക് വരാം. നമുക്ക് 1.5 പേജ് ഡയലോഗ് കിട്ടുമ്പോൾ നമുക്കും ചെറിയ കുട്ടികളായ പോലെ തന്നെ സ്റ്റേജിൽ കയറിയിട്ട് നമ്മൾ പ്രസംഗം പറയും, ഇങ്ങനെ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും പറഞ്ഞിട്ടുണ്ട് നഴ്സറിയിലൊക്കെ. ഇപ്പോഴും ഈ വയസ്സിലും എനിക്ക് ആ ഒരു ക്യാമറയുടെ മുമ്പിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് സംസാരിക്കുമ്പോഴോ എനിക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനുള്ളൊരു ബേസിക് പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ? ഇപ്പം ഞാൻ ആക്ടിങ് എന്ന് പറയുമ്പോൾ എനിക്ക് സീന് കിട്ടിക്കഴിഞ്ഞാൽ അത് റോൾ എന്താണ്, ക്യാരക്ടർ എന്താണ്, കോമഡി ആണോ, വില്ലനാണോ, നല്ലവനാണോ, ഇനി എല്ലാം കൂടി കലർന്നവനാണോ, അല്ലെങ്കിൽ ഇതുപോലെ ടവലിട്ട് ഓടേണ്ടവനാണോ, എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിനുള്ളൊരു പ്രിപ്പറേഷൻ. ഇപ്പം ഇത് നമ്മൾ കോമഡി ആയിട്ട് കണ്ടു, ഈ ടവൽ, ചിലവർക്ക് ദേഷ്യവും വന്നിട്ടുണ്ടോ. പക്ഷേ അതിന് പിന്നാലെ ഒരുപാട് വലിയൊരു എഫേർട്ട് നടത്തിയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, പക്ഷെ ആ ഡ്രസ്സ് ഇട്ടിട്ടില്ല എന്ന് തോന്നിപ്പിക്കണം. അപ്പോൾ ആ രീതിക്ക് വേണം ഡാൻസ് ചെയ്യാൻ.